എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ വാർ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഇതുവരെയായി 13 ഇന്ത്യക്കാർ വാർ മേഖലയിൽ മരണപ്പെട്ടു കഴിഞ്ഞു. അവരുടെ കുടുംബങ്ങൾക്കായി ഇന്ത്യ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി മറ്റൊന്നുള്ളത്, ഇതുവരെയായി ഒരു സമാധാന ശ്രമവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. ഇത് ഒരു തുടർക്കഥ പോലെ ആകുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുള്ളത്, യുദ്ധമേഖലയിൽ ഉള്ള ലക്ഷോപലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ നിന്നുമുണ്ട്. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് ജനസംഖ്യ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒത്തിരി മടങ്ങധികമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും അവിടെ ജോലിയും ബിസിനസ്സുമായിട്ടൊക്കെ കുടുംബമായിട്ടൊക്കെ കഴിയുന്നവർ. എന്നാൽ ഇവർ മുൻ നാളുകളിൽ യുദ്ധക്കെടുതികൾ അനുഭവിച്ചവരല്ല. യുദ്ധക്കെടുതികൾ എന്താണ്, ആ മേഖല എങ്ങനെയായിരിക്കും, എങ്ങനെ സംഘർഷഭരിതമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻസിന് അറിയില്ല. എന്നാൽ നമുക്കാലും സംഖ്യയിൽ എണ്ണത്തിൽ വളരെ കുറവാണ് ഈ ജനങ്ങളും. അവർ അങ്ങനെ മുൻകാലങ്ങളിൽ യുദ്ധക്കെടുതികളൊന്നും അനുഭവിച്ചില്ല. അതിന് കാരണം അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് ഒരു സുരക്ഷിത താവളം, അതായത് സേഫ്റ്റി ബങ്കറുകളൊന്നും അവർ ഒരുക്കിയിട്ടില്ല. മറിച്ച് ഈ ലബനാൻ, ഇസ്രയേൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ എപ്പോഴും യുദ്ധക്കെടുതി അനുഭവിക്കുന്ന കാരണം അവരേത് കൺസ്ട്രക്ഷൻ ചെയ്താലും അവരതിനു വേണ്ടിയുള്ളൊരു സേഫ്റ്റി ബങ്കറുകൾ ഉണ്ടാക്കും. എന്നാൽ യിൽ അതില്ല. അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുമല്ല, വലിയ ഹൈ ടവറുകൾ താമസിക്കുന്നവർക്ക് അത്ര പെട്ടെന്ന് ഒരു സൈറൻ കെട്ടിയാൽ ഒരു പെട്ടെന്ന് അത്ര കണ്ടൊരു സേഫ്റ്റി സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള സംവിധാനം ആ കെട്ടിടങ്ങളിൽ ഇല്ലതാനും. എന്നാൽ ഒരു പുതിയ കെട്ടിടങ്ങളിൽ അതുണ്ടോ എന്താണെന്ന് അറിയില്ല. ഇനി ഇതിൽ പ്രധാനമായി നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ എന്തോ ചെറിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തിയതായിട്ടാണ് അറിയുന്നത്. ഇറാനെതിരെ നമ്മുടെ ഇന്ത്യൻസ് മരിച്ചതിൻ്റെ പ്രതിഷേധവും രേഖപ്പെടുത്തിയതായി അറിയുന്നു. എന്തായിരുന്നാലും ഇന്ത്യയിലുള്ള അവർ അത്ര കണ്ട് 100% സുരക്ഷിതരല്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആകെ ഉള്ളൊരു പ്രതിവിധി യുദ്ധം അവസാനിക്കുക, എങ്കിൽ മാത്രമേ ഒരു സുരക്ഷിതമായി അവർക്കവിടെ ജോലി ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ പലരും, ഇറാനും അമേരിക്കയും ഈ സൗദിയും ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ ആകെ ചേർന്ന് നിന്നുള്ള ഒരു ഫൈറ്റിംഗ് മൂഡിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഡ്രോൺ ആക്രമണം രൂക്ഷമായ രീതിയിലാണ്. ചിലർ പറയുന്നത് ഒരു തമാശ രൂപമാണ്, അതായത് വെടിക്കെട്ട്, ആകാശത്ത് വെടിക്കെട്ടാണ് കാണുന്നുണ്ട്, സന്തോഷം ഒക്കെ ആണെങ്കിലും അതത്ര സുഖകരമായ കാര്യങ്ങളല്ല. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എന്നാൽ ഇതിലേറ്റവും കൂടുതൽ ലാഭം കഴിയുന്ന ഒരു പാർട്ടിക്കാരുണ്ട്. അവരാണ് യഥാർത്ഥ വില്ലന്മാർ. മറ്റാരുമല്ല, ഈ ആയുധങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നവർ, ആയുധങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നവർ. അവർക്ക് യുദ്ധം വേണം. അവർക്ക് നല്ല ഒരു സമയമാണ്. കാരണം ഈ പൊട്ടിക്കുന്ന ഡ്രോണായിരുന്നാലും മറ്റ് റോക്കറ്റ്സ് എന്ത് തന്നെയായിരുന്നാലും അത് ഉൽപ്പാദിപ്പിക്കണം. എത്ര കണ്ട് അതിന് തകർപ്പെടുന്നു, എത്ര കണ്ട് അവർ നശിക്കുന്നു, അത്ര കണ്ട് അവർക്ക് സ്റ്റോക്ക് വേണം. അപ്പോൾ ഒരു ഭാഗത്ത് മനുഷ്യൻ വധിക്കപ്പെടുകയും മനുഷ്യൻ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ചെറിയൊരു വിഭാഗം ആൾക്കാർ ലാഭം കൊയ്യുന്നു, അതായത് ആയുധം മാനുഫാക്ചർ ചെയ്യുന്നവർ.
ആയുധം ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അവർക്ക് യുദ്ധം വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. അതായത് ഇന്നത്തെ സാഹചര്യം അത്ര കണ്ട് ഒട്ടും സന്തോഷിക്കുന്ന രീതിയിലുള്ളതല്ല. എത്രയോ വീടുകൾ, ലക്ഷക്കണക്കിന് വീടുകളിലാണ് ഇപ്പോൾ ടെൻഷനായി കഴിയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗൾഫ് നാടുകളിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ അല്ലെ വീട്ടിലുള്ള ആരെങ്കിലും കാണാനുള്ള സാധ്യത ഉണ്ടാകും, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് നമുക്ക് ആകെ ചെയ്യാമെന്നുള്ളത് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, എത്രയും വേഗം ഈ യുദ്ധം തീർന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. ആർക്കും മനസ്സമാധാനത്തോടു കൂടി ഒന്നും നമുക്ക് ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. കാരണം ഒരിക്കലും ഗൾഫിൽ മേഖല ഇങ്ങനൊരു യുദ്ധ സാഹചര്യത്തിലോട്ട് പോയി വീഴുമെന്ന് ആരും കരുതിയില്ല. എന്തായാലും സുരക്ഷിതമായി നാം കരുതിയിരുന്ന മേഖല യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ അമർന്നു കഴിഞ്ഞു. ഏത് രീതിയിലും ഇത് പെട്ടെന്ന് തീരാൻ വേണ്ടി നാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അവിടെ പണി ചെയ്യുന്നവർക്ക് സുരക്ഷിതമുണ്ടാകട്ടെ, അവർക്കൊരു കുഴപ്പങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി നാം ഈശ്വരനെ അപേക്ഷിക്കാം. പ്രത്യേകിച്ച് സന്തോഷകരമായ ഒരു വാർത്തയും ഈ യുദ്ധമേഖലയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ഈ വരുന്ന വാർത്തകളെല്ലാം സത്യമല്ല, അതിൽ ഒത്തിരി ദുരൂഹതകളുണ്ട്. എല്ലാം നമ്മളതിനെ വിശ്വസിച്ച് ടെൻഷനാകേണ്ട കാര്യമില്ല. സമാധാനം വളരെ അകലെ അല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.